നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം അഥവാ തലച്ചോറ്. ഇതാണ് നമ്മുടെ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി വിവരങ്ങൾ ശേഖരിക്കുന്നത് തലച്ചോറാണ്. അങ്ങനെയാണ് അത് പ്രതികരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങൾ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക പാറ്റേണിലേക്ക് മാറും. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നത്. ഈ പാറ്റേൺ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇന്ന് ഒരാൾ കാണുന്ന കാക്കയല്ല 100 വർഷം മുമ്പ് ഒരാൾ കണ്ട കാക്ക. രണ്ടും തലച്ചോർ ഒന്ന് തന്നെ, പക്ഷേ തലച്ചോർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കാണുന്ന ഈ കാക്ക അതൊരു പക്ഷിയാണെന്നറിയാം, അതൊരു വളർത്തുന്ന പക്ഷിയല്ല എന്നറിയാം. പക്ഷേ അതിനെ നാം നിസ്സാരവൽക്കരിച്ചായിരിക്കും ഇന്ന് കാണുന്നത്. പക്ഷേ 100 വർഷം മുമ്പുള്ള മനുഷ്യൻ കണ്ടത് അങ്ങനെയല്ല. എല്ലാ സംഭവങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഓരോ വിഷയങ്ങളിലും തലച്ചോർ പുതുക്കിക്കൊണ്ടിരിക്കും. പക്ഷേ നാം പഴമയിലേക്ക് പോകാൻ ആഗ്രഹിക്കും. കാരണം തലച്ചോറിന് അങ്ങനെയും ഒരു ഭാഗമുണ്ട്, ഈ പഴമയിലോട്ട് പോകാനുള്ള ആഗ്രഹം. പക്ഷേ അത് പുതുക്കിക്കൊണ്ട് നിന്നാലേ അതിന് നിലനിൽപ്പുള്ളൂ എന്നും തലച്ചോറിന് അറിയാം. അതുകൊണ്ടാണ് അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പഴമയിലോട്ട് നമ്മെ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ മനുഷ്യ സമൂഹം മുന്നോട്ട് പോവില്ല. അതാണ് തലച്ചോറിനെ പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെയാണ് പുതിയ മനുഷ്യർ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാകുന്നത്.